വൻകടലിലെ തുഴവെള്ളക്കാർ. ഗവൺമെന്റ് UP സ്കൂൾ ബെമണൂറിനെ കുറിച്ച് ഹരിതവിദ്യാലയത്തിന്റെ ഗവേഷണ വിഭാഗം തയ്യാറാക്കിയ കുറിപ്പ് വായിച്ചപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ ചൈനീസ് യാത്രാവിവരണത്തിന്റെ ഈ തലക്കെട്ടാണ് ഓർമ്മ വന്നത്. ഭൗതിക സാഹചര്യങ്ങളുടെ അഭാവം, സാമൂഹ്യ സാഹചര്യം എന്നിങ്ങനെ നിരവധി പ്രതികൂല അവസ്ഥകൾ നേരിടുന്നുവെങ്കിലും ഈ സ്കൂളിനെ മികച്ചൊരു വിദ്യാലയമാക്കി മാറ്റാനുള്ള പരിശ്രമത്തിലാണ് ഇവിടുത്തെ അധ്യാപകർ. നമുക്ക് സ്വാഗതം ചെയ്യാം ഗവൺമെന്റ് UP സ്കൂൾ ബെമണൂറിനെ ഈ വേദിയിലേക്ക്. ഗവൺമെന്റ് UP സ്കൂൾ ബെമണൂറിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. പരുത്തിപ്പുള്ളി എന്ന ഉൾനാടൻ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ വിദ്യാലയമാണ് ഗവൺമെന്റ് UP സ്കൂൾ ബമ്മണ്ണൂർ. മാതൃഭൂമി ഡൽഹി ബ്യൂറോ ചീഫായിരുന്ന ശ്രീ VK മാധവൻകുട്ടിയെ പോലെ വിവിധ പ്രശസ്തരെ സമ്മാനിച്ച ഈ വിദ്യാലയത്തിന് ഈ വർഷം അഭിമാനിക്കാൻ മറ്റൊരു വസ്തുത കർഷകരും കർഷക തൊഴിലാളികളുമായ രക്ഷിതാക്കളുടെ മക്കൾ പഠിക്കുന്ന ഈ UP സ്കൂൾ ഹൈസ്കൂളാക്കി ഉയർത്തിയിരിക്കുന്നു എന്നതാണ്. 2003 വരെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഈ വിദ്യാലയത്തിന് വിജയകരമായ വിഭവ സമാഹരണത്തിലൂടെയാണ് മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങൾ ഇവിടെ ഒരുക്കുവാൻ കഴിഞ്ഞത്. സ്കൂളിന്റെ മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അക്കാദമിക മികവിനു തന്നെയാണ്. പക്ഷെ അതോടൊപ്പം നമ്മൾ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് പാഠാനുബന്ധ പ്രവർത്തനങ്ങള്, ഭരണകാര്യക്ഷമത, വിഭവ സമാഹരണം. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. നിങ്ങളുടെ സ്കൂളിലെ നോവലിസ്റ്റ്, കവി, ചിത്രകാരൻ തുടങ്ങിയവർ ക്ലാസ് എടുക്കാറുണ്ട് എന്ന് നിങ്ങളെ HM അവിടെ എഴുതി തന്നിട്ടുണ്ട്. ഏത് നോവലിസ്റ്റാണ് അവിടെ നിങ്ങൾക്ക് ക്ലാസ് എടുത്തത്? ശ്രീ കുമരേഷ് സാർ ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. കുമരേഷ് സാർ ഞങ്ങളുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണത്. ഒരു ആർട്ടിസ്റ്റും പിന്നെ ഒരു നോവലിസ്റ്റും കൂടിയാണ് അദ്ദേഹം. പിന്നെ കവി ക്ലാസ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ആരാ? ഒരു ചിത്രകാരൻ. വേറെ കുട്ടികൾക്ക് പറയാം. കണ്ണൻകുട്ടി മാഷ്. ഒച്ചത്ത് പറയുമോ? കണ്ണൻകുട്ടി മാഷ് ക്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ മലയാളത്തിലെ ശ്രദ്ധേയരായ കുറച്ച് നോവലിസ്റ്റുകളുടെ പേര് പറഞ്ഞാട്ടെ. ഒച്ചത്ത് പറയൂ. MT വാസുദേവൻ നായർ, അക്കിത്തം നോവലിസ്റ്റ് ആണോ? തകഴി ശിവശങ്കരപ്പിള്ള. പിന്നെ കുറച്ച് കവികളുടെ പേര് പറഞ്ഞാട്ടെ. ഒരാളെ പേര് നേരത്തെ കള്ളിയിൽ നമുക്ക് ഇങ്ങോട്ട് മാറ്റാം. ഒലപ്പമണ്ണ. തീർന്നോ സ്റ്റോക്ക്? അപ്പോ ടീച്ചറെ സ്കൂൾ ലൈബ്രറി ടു ക്ലാസ് ലൈബ്രറി ടു ഹോം ലൈബ്രറി എന്നുള്ള പാക്കേജ് വളരെ ഗംഭീരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്താ ടീച്ചർക്ക് തോന്നുന്നത്? ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളായ ആർട്ടിസ്റ്റുകളെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. അതിലൊന്ന് പറഞ്ഞത് നമ്മുടെ കുമരേശൻ ആർട്ടിസ്റ്റുമാണ്, നോവലും എഴുതിയിട്ടുണ്ട്. അതുപോലെ ഒടിയൻ എന്നുള്ള നോവൽ എഴുതിയ P കണ്ണൻകുട്ടി സാറ് ഞങ്ങളുടെ സ്കൂളിലത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പം ഞങ്ങളുടെ പ്രദേശത്തുനിന്ന് കിട്ടുന്ന അങ്ങനത്തെ ആളുകളെ ഞങ്ങൾ കൂടുതൽ ഉപയോഗപ്പെടുത്താറ്. കാരണം പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു വലിയ അത് ശരിയാണ് ടീച്ചറെ. അതിൽ നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. കണ്ണൻകുട്ടീനെയൊക്കെ ഞങ്ങളിൽ പലർക്കും നേരിട്ട് അറിയാൻ ചെയ്യാം. അതല്ല, ഈ കുട്ടികളോട് നമ്മളിപ്പോ കുറച്ച് നോവലിസ്റ്റുകള്, കവികള്, ചിത്രകാരന്മാര് ഇവരുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ സ്കൂൾ ലൈബ്രറി ടു ക്ലാസ് ലൈബ്രറി ടു ഹോം ലൈബ്രറി എന്ന ഒരു ഗംഭീര പാക്കേജുള്ള നിങ്ങളുടെ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് ഒരു 4-5 പേര് പോലും പറയാൻ പറ്റിയില്ല എന്നുള്ള ഒരു കാര്യം. ക്ഷമിക്കണം സാർ, കുട്ടികൾ പറയും. അവസാനം ഏത് പുസ്തകമാണ് മോളെ വായിച്ചത്? ടോട്ടോച്ചാൻ അല്ലേ? വേറെ കുട്ടികളെന്താ ആരും ഒന്നും പറയാത്തത്? ബഷീറിന്റെ വിശ്വവിഖ്യാതമായ മൂക്ക് വായിച്ചിട്ടുണ്ടോ? വിശ്വവിഖ്യാതമായ മൂക്ക് എന്താണ്? അത് അവിടെ ഒരു വീട്ടിൽ അതല്ല ഞാൻ ചോദിച്ചത്. കഥയാണോ നോവലാണോ? കഥ. ചക്രങ്ങോട്ടിലൊക്കെ പറഞ്ഞൊരു അതാരെഴുതിയ മോനെ? ഡോക്ടർ അച്യുതൻ.
ആ. ഗോപിക KR. ഗോപിക ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർ ആരാ? എല്ലാ ടീച്ചറും എല്ലാ ടീച്ചർമാരും ഇഷ്ടമാണ്. ഈ റിയാലിറ്റി ഷോ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ വഴക്ക് പറയാനിടയുള്ള ടീച്ചേഴ്സ് ആരൊക്കെയാ? ആരും വഴക്ക് പറയില്ല. അപ്പോൾ എന്താണ് ഈ ഹരിത വിദ്യാലയത്തിൻ്റെ ലക്ഷ്യം? മാർക്ക് വേണ്ടേ? നിങ്ങൾ മാർക്ക് വാങ്ങിക്കാനല്ലേ ഇങ്ങോട്ട് വന്നത്? എന്തിനാണ് ഈ ഷോ നടത്തുന്നത്? നിങ്ങളെ പാലക്കാട് നിന്ന് ഇവിടെ വരെ വിളിച്ചു വരുത്തി ഇങ്ങനെ ചോദ്യം ചോദിക്കാനാണോ? അല്ല, പിന്നെ ഞങ്ങളുടെ വിദ്യാലയത്തിന്റെ മികവുകൾ അറിയിക്കാൻ. ആരറിയിക്കാൻ? നിങ്ങൾ മറ്റുള്ള വിദ്യാലയങ്ങളെയും സമൂഹത്തെയും. അപ്പോൾ ഇതിൽ മാർക്ക് കിട്ടില്ലെങ്കിൽ വിഷമമില്ല. അപ്പോൾ ഉത്തരം പറയില്ലേ? ചോദിച്ചാൽ പറയും. നിങ്ങൾക്ക് അവിടെ പ്രഭാത ഭക്ഷണമുണ്ടോ? ഇല്ല. ഉച്ചഭക്ഷണമുണ്ട്, പിന്നെ ലഘുഭക്ഷണമുണ്ട്. എത്ര മണിക്കാണ് ലഘുഭക്ഷണം? വൈകുന്നേരം 4 മണിക്ക്. അധിക സമയം പഠനം നടക്കുമ്പോഴും പിന്നെ ഞങ്ങളുടെ പഠന വീട്ടിലുമുണ്ട്. ഉണ്ട്. എന്താണ് ലഘുഭക്ഷണത്തിന് തരുന്നത്? ലഘുഭക്ഷണം ഞങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ തയ്യാറാക്കുന്നത് ചെറുപയറും മറ്റും ചേർത്തുണ്ടാക്കിയ പുഴുക്കും അതുപോലെ അവില് കൊണ്ടുണ്ടാക്കിയ ഭക്ഷ്യവസ്തു. ഓ ശരി. രമണി ടീച്ചർ, അടിസ്ഥാന വികസനത്തിന് ആവശ്യമുള്ള എല്ലാ വിഭവ സമാഹരണവും വളരെ കാര്യക്ഷമമായിട്ട് നടത്തുന്നൊരു സ്കൂളാണെന്നുള്ളത് നിങ്ങളുടെ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. എന്താണ് ഈ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം കൂടെ നൽകാൻ ശ്രമിക്കാത്തത്? ഭക്ഷണം മാഡം, ഞങ്ങളുടെ ഇപ്പോൾ ഈ 1 കിലോമീറ്റർ ചുറ്റളവ് നിന്നാണ് കുട്ടികൾ വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 9:30 ആകുമ്പോഴേക്കാണ് കുട്ടികൾ എത്തുക. ഇപ്പോൾ ആഴ്ചയിൽ 2 ദിവസം നമുക്ക് പാല് കൊടുക്കാൻ കഴിയുന്നുണ്ട് 10 മണിക്ക്. ഇനിയിപ്പോൾ നമ്മൾ ബാക്കിയുള്ളതും കൂടി ആലോചിച്ചേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പം നമുക്ക് അതിനേക്കാളും ഇപ്പം എന്താ വെച്ചാൽ സ്കൂളിൽ ഈ ഒരു ലാബിന് സൗകര്യമില്ല, നമുക്ക് ലൈബ്രറിക്ക് സൗകര്യമില്ല, ഒന്നിനും സെപ്പറേറ്റ് മുറിയില്ല. ക്ലാസ് മുറികൾ തന്നെ ശരിക്കും 8 ക്ലാസ് മുറിയേ നല്ലതായിട്ടുള്ളൂ. പിന്നെ ഒരു ഹാളിൽ നമ്മളിങ്ങനെ തട്ടിക തിരിച്ചിട്ടാണ് ഇപ്പോൾ ക്ലാസ്സുകൾ നടത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മേഖലയ്ക്ക് കുറച്ചും കൂടി ഊന്നൽ കൊടുത്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പരമാവധി ഇപ്പം ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ ഈ പിന്നോക്കം നിൽക്കുന്ന പഠനത്തിൽ കുറച്ച് കുട്ടികൾ പുറകിലേക്കുണ്ട്. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രത്യേക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ കുറച്ചും കൂടി കൂടുതൽ ശ്രദ്ധിക്കണം. പിന്നെ ഈ ഭൗതിക സാഹചര്യങ്ങൾ ഈ വർഷത്തോടു കൂടി ഞങ്ങളുടെ പ്രശ്നം തീരുമെന്ന് തോന്നുന്നു. അവിടെ ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ടെന്ന് സൂചിപ്പിച്ചു. എന്താ അത്? മറ്റു പലയിടത്തും ഞങ്ങൾ കേട്ടിട്ടില്ല. 1-2 വരി. കുട്ടികളുടെ സാമൂഹ്യശാസ്ത്ര പാഠമായി ബന്ധപ്പെട്ടിട്ട് ഈ പഴമയുടെ പൊരുൾ തേടി എന്നുള്ള ഒരു ആശയത്തിലാണ് ഈ പഴയകാല കൃഷി ഉപകരണങ്ങളും അതുപോലെ സാധനങ്ങളൊക്കെ പാടെ വളരെയധികം അത് കളക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം ഞങ്ങളൊരു പ്രദർശനമാണ് നടത്തിയത്. സമൂഹത്തിൽ നിന്നും കുട്ടികളുടെ വീട്ടിൽ നിന്നൊക്കെയുള്ള സാധനങ്ങൾ ശേഖരിച്ചുകൊണ്ട്. പിന്നീടാണ് ഞങ്ങൾക്ക് തോന്നിയത് ഇത് എന്തുകൊണ്ട് നമുക്ക് സ്കൂളിലൊന്ന് സ്വന്തമായിട്ട് ചെയ്തുവിടാന്ന്. തൊട്ടടുത്ത വർഷം മുതൽ, കഴിഞ്ഞ വർഷം മുതലാണ് ഞങ്ങൾ ചെയ്തത്. പ്രദേശത്തുള്ള കുട്ടികളുടെ വീട്ടിൽ നിന്ന് തന്നെ രക്ഷിതാക്കളും സമൂഹത്തിൽ നിന്നുള്ള ആളുകൾ അവരോട് ഒരു കോംപ്ലിമെന്റ് ആയിട്ട് തൽക്കാലം ചോദിക്കും. അവർക്ക് ആവശ്യപ്പെട്ട സമയത്ത് തിരിച്ചു കൊടുക്കാം എന്നുള്ളൊരു വാഗ്ദാനത്തോടെ. ഈ ശാരീരികവും മാനസികവുമായി വെല്ലുവിളികൾ നേടുന്ന 16ഓളം 16 അല്ലേ 16ഓളം എന്നാണ് എഴുതിയിരിക്കുന്നത്. 16 കുട്ടികൾ സ്കൂളിനടുത്ത വീടുകളിലുണ്ട്. അവരെ വീട്ടിൽ പോയി പഠിപ്പിക്കുന്നു. ആരാ പഠിപ്പിക്കുന്നത്? അവരുടെ വയസ്സ് എത്രയാണ് കുട്ടികളുടെ? എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? അവിടെ സാക്ഷരതയുമായിട്ട് മിസ്റ്റേഴ്സ് പറയട്ടെ, സാക്ഷരതാ കേന്ദ്രങ്ങളുണ്ടോ? അവിടെ തുല്യതയ്ക്ക് ഇവരെ എഴുതിപ്പിക്കുകയോ? ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് സ്പർശിച്ചൊന്ന് പറയണം. 4-ാം തരം 7-ാം തരം എന്നൊക്കെ പറയില്ലേ? ഈ 16 കുട്ടികളും കഴിഞ്ഞ വർഷമാണ് നമ്മൾ സ്കൂളിൽ കൊടുന്ന് ചേർത്തിയത് തന്നെ. നിങ്ങളുടെ സ്കൂളിൽ ചേർത്തിയ കുട്ടികളാണ്. ഞങ്ങൾ അവിടെ ഗൃഹസന്ദർശനം നടത്തി. ഗൃഹസന്ദർശനം നടത്തിയപ്പോഴാണ് ഇങ്ങനെയുള്ള കുറെ കുട്ടികൾ സ്കൂളിലേക്ക് വരാതെ നമ്മുടെ പരിസരത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ പക്ഷേ ഈ കുട്ടികൾ വരാതിരിക്കാൻ കാരണം സെറിബ്രൽ പൾസി ബാധിച്ച് നടക്കാനോ അങ്ങനെ ബുദ്ധിമാന്ദ്യം ഉണ്ട്. ഇത് രണ്ടും കൂടി ആയപ്പോൾ ഈ കുട്ടികൾക്ക് ഒരു പരാശ്രയമില്ലാതെ നടക്കാനോ ഇരിക്കാനോ പറ്റില്ല. മിക്കവാറും കുട്ടികൾ കിടക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഈ UP സ്കൂളിൽ പാർലമെന്റ് ഉണ്ടല്ലോ അല്ലേ? ആരൊക്കെയാണ് പാർലമെന്റ് അംഗങ്ങൾ ഇവിടെ? ഞാൻ സ്പീക്കറാണ്. സ്പീക്കറാണ്. അവിടെ പടത്തിൽ കണ്ടിരുന്നു. ശരി. അജിത് കുമാർ അല്ലേ? പിന്നെ വേറെ ആരുണ്ട്? ദൃശ്യമുണ്ടോ പാർലമെന്റിൽ? ഇല്ല. പിന്നെ ഗോപികയുണ്ട്. ഗോപികയുടെ ചുമതല എന്താണ് പാർലമെന്റിലെ? പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ സ്ഥിരം എതിർപ്പാണ് അല്ലേ? വാക്കൗട്ടൊക്കെ ചെയ്യും? ഇല്ല. പ്രതിപക്ഷ നേതാവിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂള് ഒരു ജനാധിപത്യപരമായിട്ടൊക്കെയാണോ നടക്കുന്നത്? ആണോ? പിന്നെ എന്ത് പ്രതിപക്ഷ നേതാവാ? അല്ലാന്ന് പറയണ്ടേ? എന്നാലേ പ്രതിപക്ഷമാവുകയുള്ളൂ. ഭരണപക്ഷക്കാരെ നിങ്ങളോടൊക്കെ ആലോചിച്ചിട്ടൊക്കെയാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? ആണ്. സ്കൂളിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ വേണമെന്ന് പാർലമെന്റുകാരോട് ചോദിക്കാറുണ്ടോ? ആണോ? എന്തൊക്കെയാ ചോദിച്ചിട്ടുള്ളത് ഇതുവരെ? പാർലമെന്റിൽ തന്നെയാണ് സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും പാർലമെന്റിൽ തീരുമാനിച്ചിട്ടാണ് നടത്തുന്നത്. പിന്നെ ഭരണപക്ഷത്തിന് എന്തെങ്കിലും ചെറിയ തെറ്റുകുറ്റങ്ങളെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുള്ളൂ. അത് ഞങ്ങൾ പറയും. അവര് വേഗം തന്നെ. നിങ്ങൾ അവിടുന്ന് ഈ ടൂറിനൊക്കെ പോകുമല്ലോ, വീഗാലാൻഡിലൊക്കെ പോയി എന്ന് പറഞ്ഞല്ലേ? അങ്ങനെ പോകണം എന്നുള്ളത് പാർലമെന്റിലാണോ തീരുമാനിച്ചത്? ആണോ?
പാർലമെന്റിൽ വേറെ എവിടെയെങ്കിലും പോകണം എന്നുള്ള നിർദ്ദേശം വന്നോ? ദൃശ്യക്ക് എന്തോ പറയാനുണ്ടല്ലോ. പാർലമെന്റില് 3 സ്ഥലങ്ങളുടെ പേര് നിർദ്ദേശിച്ചു. അത് അസംബ്ലിയിൽ ഞങ്ങൾ പറഞ്ഞു. അസംബ്ലിയിൽ പറഞ്ഞിട്ട് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പോവാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ കൈ പൊന്തിക്കാൻ പറഞ്ഞു. അപ്പൊ കൂടുതൽ കുട്ടികളും കൈ പൊന്തിച്ചത് വീഗാലാൻഡിലേക്ക് തന്നെയാണ്. അപ്പൊ പിന്നെ പാർലമെന്റ് കൂടി എന്നാ ശരി നമുക്ക് വീഗാലാൻഡിൽ പോവാം എന്ന് അങ്ങനെ പറഞ്ഞ്. എത്ര രൂപ ചെലവായി ഓരോ കുട്ടിക്കും വീഗാലാൻഡിൽ പോകാനായിട്ട്? ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾക്ക് വീഗാലാൻഡ് പ്രോത്സാഹന സമ്മാനം ലഭിക്കുന്നുണ്ട്. അപ്പൊ അതില് 40 കുട്ടികൾക്ക് ഫ്രീ ടിക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോ അതുമായി 350 രൂപയാണ് ഒരു കുട്ടിയിൽ നിന്ന് പിരിച്ച്. പക്ഷെ പഠിക്കാൻ അങ്ങനെ കഴിവില്ലാത്ത കുട്ടികൾക്ക് പോവാൻ ഈ 40 ടിക്കറ്റും കൊണ്ട് ഫ്രീ ആയിട്ട് പോവാൻ ഞങ്ങൾ സഹായിച്ചു. അതെ, ബാക്കിയുള്ളവർ 350 രൂപ വീതം എടുത്തു ആണോ? അപ്പോൾ ഈ എങ്ങനെ ഈ കുട്ടികളെ തെരഞ്ഞെടുത്തത്? നിങ്ങൾ അർഹതയുള്ളവരെ എങ്ങനെ തെരഞ്ഞെടുത്തു? അവരുടെ സാഹചര്യങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങൾ, അതൊക്കെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തി? ഞങ്ങള് സാഹചര്യം മോശമാണോ നല്ലതാണോ, അതിനേക്കാൾ അർഹതയുള്ളവർ വേറെ ഉണ്ടോ എന്നൊക്കെ എങ്ങനെ തീരുമാനിച്ചു? അതിന് എന്തെങ്കിലും ഒരു വഴി വേണ്ടേ? ഇല്ലെങ്കിൽ തർക്കമാവില്ലേ? പ്രതിപക്ഷ നേതാവ് പറയൂലേ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം സൗജന്യമാക്കി എന്ന് പറയില്ലേ? പ്രതിപക്ഷ നേതാവിന് തൃപ്തിയായോ ഇവർ തിരഞ്ഞെടുത്ത രീതി? അത് സ്കൂളിൽ നിന്ന് വീട് സന്ദർശിക്കാനൊക്കെ പോകുന്ന സമയത്ത് ആരാണ് സന്ദർശിക്കാൻ പോയി ഇവർക്ക് ഇന്ന കുട്ടികളെയാണ് സൗജന്യമായിട്ട് കൊണ്ടുപോകണം തീരുമാനിച്ചത്? ക്ലബിലത്തെ ഭാരവാഹികളും അധ്യാപകരും. ആരൊക്കെ ഭാരവാഹികൾ? എത്ര പേരുണ്ട്? അത് ശരി. അപ്പോൾ ഗോപികൃഷ്ണൻ അല്ലേ? ഗോപികൃഷ്ണനും പോയിരുന്നു വീടുകളിലൊക്കെ. എന്നിട്ട് എങ്ങനെയാണ് ഈ 40 പേരെ നിങ്ങൾ മനസ്സിലാക്കിയത്? ഈ ലെംസൺ ഗ്രാൻഡ് കിട്ടുന്ന കുട്ടികൾ പിന്നെ ലെംസൺ ഗ്രാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? അത് SC കുട്ടികൾക്കായിട്ട് ലെംസൺ ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട്. അതാരൊക്കെയാന്ന് നമുക്കറിയാം അല്ലേ? ആ കുട്ടികളും പിന്നെ ഞങ്ങൾ കൗൺസിലിംഗ് ക്ലാസ് നടത്താറുണ്ട്. വീട്ടിൽ പല പല പ്രശ്നങ്ങളായി ഞങ്ങൾ പഠനയാത്ര പോകാനും പഠിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കൗൺസിലിംഗ് ക്ലാസ്സിൽ കണ്ട കുട്ടികളെയും ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തി. വെരി ഗുഡ്, വെരി ഗുഡ്. ആരോഗ്യ പ്രശ്നമുള്ള കുട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇത് നമ്മൾ നേരത്തെ എൻഡോസൾഫാനുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ? അല്ല സാർ. അതെന്താ വെച്ചാൽ മിക്കവാറും ഈ പാരമ്പര്യമായിട്ട് വന്ന ഒരു ഇതാണ് തോന്നുന്നത് എനിക്ക്. ഈ ഒരേ രക്തത്തിലുള്ളവര് വിവാഹം കഴിക്കുക, പിന്നെ ഗർഭകാലത്ത് വീട്ടില് മാനസിക പ്രശ്നങ്ങളുള്ള ഒരു വല്ലാത്ത ഏരിയയാണ് ഞങ്ങളുടെ ഏരിയ. അല്ല, അതിന്റെ കാരണങ്ങളെ പറ്റി എന്തെങ്കിലും ഞങ്ങൾ അന്വേഷിച്ചപ്പോ ജന്മനാൽ തന്നെയാണ് കൂടുതലും കണ്ടിരിക്കുന്നത്. നോക്കത്താ ദൂരത്തോളം നെൽപ്പാടങ്ങളാണ് അല്ലേ? കുറെ വരമ്പത്ത് മുഴുവൻ പന, പിന്നെ കുറെ തെങ്ങ്. ഇപ്പൊ പന മാറി തെങ്ങാവുന്നുണ്ടല്ലേ? പന കുറയുകയും തെങ്ങ് കൂടുകയും ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പൊ മൊത്തം തെങ്ങായി. പണ്ട് അത് കംപ്ലീറ്റ് പനയായിരുന്നു. പോട്ടെ. അപ്പൊ ഈ പറയുന്ന പാടങ്ങൾ മുഴുവൻ നമ്മുടെ തന്നെയാണ്, കുടുംബക്കാരുടെയൊക്കെയാണ് അല്ലേ? ഈ പാടങ്ങളിൽ എന്താണ് ഉപയോഗിക്കുന്നത്? ഇതേ മണ്ണിര കമ്പോസ്റ്റും ഈ പറയുന്ന പുകയില കഷായം ആണോ? അല്ല, പിന്നെ അവർ രാസവളങ്ങൾ ഉപയോഗിക്കുന്നു. അവർ എന്ന് പറഞ്ഞ ആരാണ്? നിങ്ങളുടെ അച്ഛൻ, അമ്മ, അമ്മാവൻ, ബന്ധുക്കള്, വേറെ അവരില്ല. എല്ലാ ചുറ്റുവട്ടത്തുള്ള കുട്ടികളാണ്. അപ്പോൾ അവിടെ ഇത് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളാണെങ്കിൽ വളരെ വളരെ ഉത്ബുദ്ധരും. രാസകീടനാശിനിയുടെ പ്രശ്നങ്ങൾ മുഴുവൻ അറിയാം, രാസവളത്തിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ അറിയാം. അപ്പൊ നിങ്ങളുടെ ഈ അറിവ് കൊണ്ട് നാട്ടുകാർക്ക് ഒരു ഗുണമില്ലെന്നാണോ പറയുന്നത്? ഇന്നുവരെ സ്വന്തം വീട്ടിൽ ഒന്ന് ബോധവൽക്കരിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ രാസകീടനാശിനികൾ ഉപയോഗിക്കുന്നില്ല. ആര് പറഞ്ഞു? ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു ഓരോ ഉത്തരം കേട്ടോ. ഇതിന്റെ ഗ്രേഡ്സ് നമുക്ക് ചോദിക്കാം. ഗവൺമെന്റ് UP സ്കൂൾ ബെമണൂറിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 90.2 out of 100.